ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഹിന്ദിയുടെ പാഠങ്ങൾ പഠിച്ചാലോ? ഇക്കായി 1 ഒന്നാമത്തെ ചാപ്റ്റർ 1 ദുലാരെ ഫൽ. ദുലാരെ ഫൽ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? പ്രിയപ്പെട്ട നിമിഷം. ദുലാരെ പൽ എന്ന ആ ഹെഡിങ്ങിലൊരു പടം കൊടുത്തിരിക്കുന്നില്ലേ? ഏഹ് സുന്ദർ പിക്ചർ ഹെ, ചിത്ര ഹെ. ഇത് ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണല്ലേ? ഏഹ് പ്രകൃതി കാ ചിത്ര ഹെ. ഇത് ഒരു പ്രകൃതിയുടെ ഒരു ചിത്രമുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? സൂരജ്, സൂര്യനുണ്ട്. ബാദൽ, മേഘമുണ്ട്. പേട്, മരങ്ങളുണ്ട്. ബഗീച്ച, പൂന്തോട്ടമുണ്ട്. ഭൂൽ, പൂക്കളുണ്ട്. തോത്ത, തത്തയുണ്ട്. തോത്തെ ഉഡ്തേ ഹൈ, തത്തകൾ പറക്കുക. ബഗീച്ചമേ കൈ ഭൂൽ ഹൈ, പൂന്തോട്ടത്തിൽ പല തരത്തിലുള്ള പൂക്കളുണ്ട് അല്ലേ? പിന്നെ വേറെ എന്തുണ്ട്? ചിത്രശലഭമുണ്ട് അല്ലേ? തിതലിയാം, ചിത്രശലഭം. തിതലിയാം ഭൂൽ കി ഓ ആത്തി ഹേ. ചിത്രശലഭങ്ങൾ പൂക്കളിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട് അല്ലേ? എന്ത് രസമാണല്ലേ? നമ്മുടെ ഈ പ്രകൃതി എന്ത് രസമായിട്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ധൂപ് ആ ഗയി, പ്രയാഗ് ശുക്ല. ഈ കവിത എഴുതിയതാരാ? പ്രയാഗ് ശുക്ല എന്ന് പറയുന്ന ആളുടെ ധൂപ് ആ ഗയി എന്നുള്ള ഒരു പാഠമാണ്, ഒരു കവിതയാണ്. ധൂപ്, ധൂപ് എന്ന് വെച്ചാൽ വെയിൽ. ആ ഗയി, വെയിൽ വന്നല്ലോ. ധൂപ് ആ ഗയി സുബക് സുബക്കി, കലിയാം പ്യാരി പ്യാരി മഹക്കി, കലിയാം ക്യാരി ക്യാരി മഹക്കി, കലിയാം ഇത്തനി സാരി മഹക്കി, हवा बह रही ढमढी ढमढी, घूम रही बह बहकी बहकी, उड़ती उड़ती आईं चिड़िया, फुदक फुदक कर वे भी ചഹക്കി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധൂപ് ആ ഗയി സുബക് സുബക്കി, രാവിലെ തന്നെ വെയിൽ വന്നല്ലോ. കലിയാം പ്യാരി പ്യാരി മഹക്കി, പൂമൊട്ടുകളൊക്കെ മനോഹരമായി സുഗന്ധം പരത്തുന്നു. കലിയാം ക്യാരി ക്യാരി മഹക്കി, പൂമൊട്ടുകൾ ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തുന്നു. കലിയാം ഇത്തനീ പ്യാരി മഹക്കി, പൂമൊട്ടുകൾ ധാരാളം സുഗന്ധം പരത്തുന്നു. ഹവ ബഹ് രഹീം ഡണ്ഡി ഡണ്ഡി, കാറ്റ്, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി ബഹ് ബഹ്ക്കി ബഹ്ക്കി, ആ കാറ്റ് തത്തി കളിച്ചുകൊണ്ട് ചുറ്റിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഉടുത്തി ഉടുത്തിയായും ചിടിയാം, പറന്ന് പറന്ന് പക്ഷികൾ വരുന്നു. ഫുദക് ഫുദക് ഖർ വേ ഫി ചഹ്ക്കി, ഫുദക് ഫുദക് ചാടി ചാടിക്കൊണ്ട് അവ ചഹ്ക്കി, ചിലയ്ക്കുകയാണ്. ഇതാണ് ആ കവിതയും കവിതയുടെ അർത്ഥവും. രാവിലെ വെയിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? പൂമൊട്ടുകൾ വിരിഞ്ഞു, അത് മനോഹരമായിട്ട് സുഗന്ധം പരത്തുന്നുണ്ട്. പൂമൊട്ടുകൾ ഓരോ പൂത്തടത്തിലും പലതരത്തിലുള്ള പൂമൊട്ടുകളുണ്ട്, അതെല്ലാം സുഗന്ധം പരത്തുന്നുണ്ട്. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുമ്പോൾ പക്ഷികൾ തത്തിക്കളിച്ചുകൊണ്ടും പറന്നു വരുന്നു. പിന്നെ അത് ചാടി ചാടി ചിലയ്ക്കുകയും ചെയ്യുന്നു. തത്തിക്കളിച്ചുകൊണ്ട് കാറ്റാണ് വരുന്നത് കേട്ടോ. പക്ഷികൾ പറന്നു വന്നു ചാടിച്ചാടിക്കൊണ്ട് അവരും പറന്ന് പറന്ന് നടക്കുക. ഈ കവിതയുടെ ഓരോ അർത്ഥവും നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞു ദുലാരെ പൽ, പ്രിയപ്പെട്ട നിമിഷം. ധൂപ്, വെയിൽ. ആ, വരിക. സുബഹ്, രാവിലെ. കലിയാം, പൂമൊട്ട്. പ്യാരി പ്യാരി, ഭംഗിയുള്ള. മഹഗി, മണം പരത്തി. ക്യാരി ക്യാരി, ഓരോ പൂത്തടവും. ഇത്തനി സാരി, ധാരാളം. ഹവ, കാറ്റ്. ബഹ്, വീശുന്നു. ഡണ്ഡി, തണുത്ത. ഘൂം, ചുറ്റിയടിക്കുന്നു. വഹ്, അത്. ബഹ്ക്കി ബഹ്ക്കി, തത്തിക്കളിക്കുന്നു. ഉഡ്തി, പറക്കുന്നു. ചിടിയാം,
പക്ഷികൾ. ഫുദക് ഫുദക്കർ ചാടിച്ചാടി. വേ അവർ. ചട്കി ചഹ്കി ചിലയ്ക്കുന്നു. അടുത്തടുത്ത് വരുന്ന സമാന പദങ്ങളുണ്ടല്ലോ കവിതയിൽ നോക്കിയേ. സാത്ത് സാത്ത് ആയേ സമാൻ ശബ്ദം ഏതൊക്കെയാ? സുബഹ് സുബഹ്, പ്യാരി പ്യാരി, ക്യാരി ക്യാരി, ढंढी ढंढी, बहकी बहकी, उड़ती उड़ती, फुदक फुदक. സുബഹ് में क्या आ गई? രാവിലെ എന്താണ് വന്നത്? ധൂപ് വെയിലാ വന്നത്. കലിയാൻ കൈസി മഹിക്കി, പൂമുട്ടുകൾ എങ്ങനെയാണ് സുഗന്ധം പരത്തിയത്? പ്യാരി പ്യാരി, ഇഷ്ടമുള്ള ഒരു സുഗന്ധമാണ് പരത്തിയത്. കലിയാം കഹാം മഹക്കി, കലിയാം പൂമൊട്ടുകൾ എവിടെയാണ് സുഗന്ധം പരത്തിയത്? ക്യാരിയോമേം മഹക്കിയും, പൂത്തടങ്ങളിലാണ് അത് സുഗന്ധം പരത്തിയത്. ഹവ കൈസി ഹേ, കാറ്റ് എങ്ങനെയുള്ളതായിരുന്നു? ഹവ ഠണ്ഡി ഹേ, തണുത്തതായിരുന്നു. ചിടിയാം കൈസി ആയി, ചിടിയ എങ്ങനെയാ വന്നേ? ഉടുത്തി ഉടുത്തിയായി. ചിടിയാം ഉടുത്തി ഉടുത്തി ആയി, പറന്നാണ് ചിടിയാം വന്നത്. ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. രംഗ് ഭരേം. രംഗ് ഭരേ എന്ന് വെച്ചാൽ, രംഗ് എന്ന് വെച്ചാൽ നിറം, നിറം കൊടുക്കാം. യഹ് കലി ഹേ, ഇത് പൂമൊട്ടാണ്. നമ്മൾ കവിതയിൽ പഠിച്ചായിരുന്നു കലിയാം പൂമൊട്ടുകൾ. ഒരു കലി എന്ന് വെച്ചാൽ പൂമൊട്ട്. യഹ് കലി ഹേ, ഇത് പൂമൊട്ടാണ്. ഈ ഒരു പൂമൊട്ടിന് കളർ കൊടുക്കണം. താഴെ ഒരു പക്ഷിയുടെ പടം കൊടുത്തിരിക്കും അല്ലേ. എഹ് ചിടിയാ ഹേ, ഇത് പക്ഷിയാണ്. കവിതയിൽ എന്താ പഠിച്ചേ? ചിടിയാം ഉടുത്തി ഉടുത്തിയായും ചിടിയാം എന്ന് പഠിച്ചല്ലേ. അപ്പോൾ പക്ഷികൾ എന്നാണ് കവിതയിൽ പഠിച്ചത്. അപ്പോൾ പക്ഷി, ഒരു പക്ഷി എന്നുള്ളതിന് ചിടിയാ. യഹ് ചിടിയാ ഹേ. നമുക്ക് ബഹുവചനം നോക്കിയാലോ. കലി, ഒന്ന്, ഒരു പൂമൊട്ടുള്ളതിന് കലി. പൂമൊട്ടുകൾ എന്ന് പറയുന്നതിന് കലിയാം. ഒരു പക്ഷിക്ക് ചിടിയാം. പക്ഷികൾ എന്നുള്ളതിന് ചിടിയാം. ഓക്കെ, മനസ്സിലായോ? നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നിറം എന്താ? ചുവപ്പ് കളറ്. ചുവപ്പിന് എന്താ പറയണ? ലാൽ. ലാൽ. പച്ചയ്ക്ക് ഹര. കറുപ്പിന് കാല. നീലയ്ക്ക് നീലാന്നേന. ലാൽ റെഡ് കളറ്, ഹര ഗ്രീൻ, കാല ബ്ലാക്ക്, നീല ബ്ലൂ. നമുക്ക് കുറച്ചുകൂടെ നിറങ്ങൾ പഠിച്ചാലോ. പീല യെല്ലോ, സഫേദ് വൈറ്റ്, ഗുലാബി പിങ്ക്, ഭുര ബ്രൗൺ, ബൈഗനി പർപ്പിൾ, ധുമൈല ഗ്രേ. ഗ്രേക്ക് ഗ്രേ എന്നും പറയാറുണ്ട് കേട്ടോ. നാരങ്ങി ഓറഞ്ച്. ഇനിയും കുറേ കളറ് ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട കുറച്ച് കളറ് മാത്രം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശബ്ദ പഹ്ചാനേം കവിതാമേം രേഖാങ്കിത് കരേം. ശബ്ദ പഹ്ചാനേം, വാക്കുകൾ തിരിച്ചറിയാം. കവിതാമേം രേഖാങ്കിത് കരേം, കവിതയിൽ എന്നിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ വാക്കുകളാണ് ബലൂണിൽ കൊടുത്തിരിക്കുന്നത്? ചിടിയാം, ക്യാരി, കലിയാം, ഹവ, ധൂപ്. നമ്മൾ പഠിച്ചു. ചിടിയാം പക്ഷികൾ, ക്യാരി പൂത്തടം, കലിയാം പൂമൊട്ടുകൾ, ഹവ കാറ്റ്, ധൂപ് വെയിൽ. ഇവിടെ ഇതെല്ലാം എവിടെയൊക്കെയാണ് ആ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് നോക്കി വരയ്ക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എളുപ്പം. അത് എവിടെയൊക്കെയാണ് ഈ വാക്കുകൾ പാഠപുസ്തകത്തിലുള്ളത് അത് വരയ്ക്കുക. ഈ കവിതയിൽ മറ്റൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കവിതയുടെ ഒരു ചെറിയ രൂപം എഴുതി നോക്കാം. ധൂപ് ആ ഗയി പ്രയാഗ് ശുക്ല की കവിത है. പ്രയാഗ് ശുക്ലയുടെ കവിതയാണ് ധൂപ് ആ ഗയി. സുബഹ് की ധൂപ് ആത്തി है, രാവിലെ വെയിൽ വരുന്നു. കലിയാം പ്യാരി മഹക്കീം ഹെ, പൂമൊട്ടുകൾ മനോഹരമായി
വിടരുന്നു. ഠണ്ഡിക് ഹവ ബഹ്കി ബഹ്കി ആത്തി ഹെ, തണുത്ത കാറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ട് വരുന്നു. ചിടിയാം ഫുദക് ഫുദക് കർ ആത്തി ഹെ, പക്ഷികൾ ചാടി ചാടി വരുന്നു. ഇസ് കവിത മേ പ്രകൃതിക്കെ ജീവോം കി ഖുഷി കാ വർണ്ണൻ ഹെ, ഈ കവിതയിൽ പ്രകൃതിയുടെ ജീവിയുടെ സന്തോഷമുള്ള ഒരു വർണ്ണനയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമില്ല, ഈ ഒരു പാഠം പഠിക്കുക, കവിത മനഃപ്പാഠമാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.